ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന് തിരിച്ചടി. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അടിയന്തരമായി സന്നിധാനത്ത് തിരിച്ചെത്തിക്കാനാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ബിനിൽ വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണല്ലോ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏത് സാഹചര്യത്തിലാണ് കോടതി ഇങ്ങനെ ഇടപെടുന്നത്? കോടതി ഇതിൽ ഇടപെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നത് ഹൈക്കോടതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ശബരിമലയിലെ ഈ ദ്വാരപാലകന്മാരുടെ ശില്പം. ആ ശില്പത്തെ ചെമ്പ് തകിടുകൾ, സ്വർണം പൂശിയ ചെമ്പ് തകിടുകളാണ് അതിൽ പൊതിഞ്ഞിരുന്നത്. അത് റിപ്പയറിംഗ് വർക്കുകൾക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഇക്കാര്യം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നില്ല. അങ്ങനെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. ഇതിലിപ്പോൾ അടിയന്തരമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതായത് ഇത് കോടതിയുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ അടിയന്തരമായി അത് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആമ്പട്ടൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ചെന്നൈയിലെ സ്ഥലമാണ്. അവിടെ ഒരു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇത് റിപ്പയറിംഗ് വർക്കിന് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ സ്പോൺസറായിട്ടുള്ളത്. അങ്ങനെ ആ റിപ്പയറിംഗ് വർക്ക് അടിയന്തരമായി നിർത്തിവെക്കാനും ആ സാധനങ്ങൾ എത്രയും വേഗം സന്നിധാനത്ത് എത്തിക്കാനുമാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അതിനുശേഷം അത് സന്നിധാനത്ത് എത്തിച്ച ശേഷം അത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. തന്ത്രിയുടെ അനുമതിയോടുകൂടി തന്ത്രിയോട് സംസാരിച്ച ശേഷമാണ് ഈ തീരുമാനങ്ങൾ എടുത്തത് എന്നതാണ് നേരത്തെ ദേവസ്വം ബോർഡ് അടക്കം വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ ശബരിമലയിൽ ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് മുമ്പ് ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുകയും അനുമതി മേടിക്കുകയും വേണം എന്നൊരു നേരത്തെയുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിന് വ്യത്യസ്തമായി പ്രവർത്തിച്ചു എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു കടുത്ത നടപടിയിലേക്ക് ഹൈക്കോടതി പോകാനുണ്ടായ കാര്യം. ഇപ്പോൾ ചെന്നൈയിലാണ് ഈ ഗോൾഡ് പൂശിയ ഈ പ്ലേറ്റുകൾ ഉള്ളത്. അത് അടിയന്തരമായി എത്തിക്കണം. അതിനുശേഷമായിരിക്കും കോടതി ഈ കേസിൽ വിശദമായ തീരുമാനത്തിലേക്ക് പോവുക.